ഈ മരത്തിൽ നിന്ന് ഈ ഒറാങ്കുട്ടാൻ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടിയില്ല. ഓടാൻ പറ്റില്ല, കാരണം ഓടി കഴിഞ്ഞാൽ പുറകെ ഓടിയാലോ എന്താന്ന് ഐഡിയ ഇല്ല. എൻ്റെ കയ്യിൽ കയറി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നത്, ടച്ച് ചെയ്യുമെന്നല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ അള്ളി പിടിക്കാന്ന് പറയില്ല, അങ്ങനെ മാതിരി ഒരു പിടുത്തം പിടിച്ചു. പോകുന്നത് വീണ്ടും ഇടുങ്ങിയ കുറെ കനാൽ മാതിരി. അപ്പോൾ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അല്പം ക്ലിയർ വാട്ടർ ഉള്ള സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്രോക്കഡൈൽസിനെയൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോയി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം തന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അതിൽ നിന്ന് കൊമ്പ് പറിച്ച് ഞങ്ങളുടെ മേത്തേക്ക് എറിഞ്ഞു. അപ്പോൾ നമ്മൾ മാറില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് നേരെ ഞങ്ങളുടെ ക്യാമറയിലേക്ക് മൂത്രം ഒഴിക്കുകയാണ്. ബോർണിയോയെ കുറിച്ച് പറയുമ്പോൾ ഒറാങ്കുട്ടാനാണ് മെയിൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതെ, ഒറാങ്കുട്ടാൻ തന്നെയാണ് മെയിൻ. പക്ഷേ ഒറാങ്കുട്ടാൻ മാത്രമല്ല അവിടെയുള്ളത്. അവിടെ ഒറാങ്കുട്ടാൻ അല്ലാതെ പ്രൊബോസ്കിസ് മങ്കീസ് എന്ന് പറയുന്നൊരു പ്രൈമേറ്റിൽ പെടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ് അവരെ കാണാൻ. ചിലർ അതൊരു ഫണ്ണി ഫീലാണ്, കാരണം ഒരു ലോങ് നോസ്ഡ് മങ്കീസ് എന്നും വിളിക്കും അവർ. അതിൻ്റെ മൂക്ക് ഇങ്ങനെ നീണ്ടിട്ടാണ്, ഭയങ്കര നീണ്ടൊരു മൂക്കും ഭയങ്കര ഗോൾഡൻ കളറൊക്കെയാണ്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് അവരെ കാണാൻ. നമ്മൾ ആദ്യമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് തോന്നിപ്പോവും, ടോട്ടലി ഡിഫറെൻറ്റ് സ്പീഷീസ് എന്ന് തോന്നിപ്പോവും. പക്ഷേ പ്രൊബോസ്കീസ് മങ്കീസ് അവിടുത്തെ ഒരു മെയിൻ, അതിനെ നമുക്ക് ബോർണിയോയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേകതയാണ്. എല്ലാ ദിവസവും ഇതുങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ രാവിലെയും വൈകിട്ടും, മോസ്റ്റ്ലി ഈവനിങ് ആണെങ്കിൽ ഒന്ന് സൺസെറ്റിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്കും ഇവർ ഈ റിവർ സൈഡിലേക്ക്, ഇതിന് നമുക്ക് വേറെ ഫീഡിങ് സെൻറ്ററുകളൊന്നുമില്ല, കാരണം അവർ നമുക്ക് റിവറിൻ്റെ സൈഡിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ താമസിക്കുന്നത് ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് റിവറിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും, കുറേ ഇങ്ങനെ സൈഡിൽ. അത് പ്രത്യേകിച്ചും ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, അങ്ങനെയാണ്. ആ ഒരു വെയിലൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇവർ വരിക. അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടും. നല്ല ഭംഗിയാണ് അവയെ കാണാൻ. ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. നമ്മളിവിടെ കാണുന്ന മാതിരിയുള്ള മങ്കി സ്പീഷീസിൽ അങ്ങനെയുള്ളൊരു ഇതല്ല, ഒരു ഡിഫറെൻറ്റ് ഇതാണ്, ഒരു ഡിഫറെൻറ്റ് പ്രൈമേറ്റ്സ് ആണത്. നല്ല രസമാണ് കാണാൻ. അതുമാത്രമല്ല, അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് ജീവികളുണ്ട്, പല ടൈപ്പ് ബേർഡ്സ് ഉണ്ട്, കിങ് ഫിഷർ, അത് അങ്ങനെ കുറേ ഉണ്ട്, ഹോൺബിൽസ് ഉണ്ട്. പിന്നെ അതല്ലാതെ എനിക്ക് ഭാഗ്യം കിട്ടിയേക്കണ വേറൊരു വളരെ കുറവാണ് അത് കാണുന്ന ആൾക്കാർ. എനിക്ക് കിട്ടിയേക്കണ ഒരു ഭാഗ്യമുണ്ട്. അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് പോയപ്പോൾ ഞാനൊരു സൺബെയറിനെ കണ്ടു. അവിടെ സൺബെയറിനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. അതും ഞാൻ ഹൗസ് ബോട്ടിൽ ഞങ്ങൾ ഈവനിങ് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഡോക്ക് ചെയ്യണം. നമ്മൾ ബോട്ട് അന്നത്തെ നൈറ്റ് ഇവിടെ നിൽക്കാം എന്നും പറഞ്ഞൊരു സ്ഥലത്ത് പോയി റിവറിൻ്റെ സൈഡിൽ നമ്മൾ കുറേ ഇതുണ്ടാവും, അതിൻ്റെ എവിടെയെങ്കിലും തമ്പടിക്കണം അന്ന് രാത്രിത്തേക്ക് വേണ്ടി, അവിടെയാണ് ഇടുന്നത്. അങ്ങനെ പോകാനുള്ള പ്ലാനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഗൈഡ് പറഞ്ഞു, അവിടെ ഒരു ഒറാങ്കുട്ടാനുണ്ട്, വൈൽഡാന്ന് തോന്നുന്നു, പ്രോപ്പർ വൈൽഡാന്ന് തോന്നുന്നു, കാരണം ഇച്ചിരി ബ്ലാക്കിഷാന്ന് പറഞ്ഞു, ദൂരെയായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര ഇതിൽ നോക്കി. ഞാൻ ആദ്യം അവർ പറയും, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല പെട്ടെന്ന്, കാരണം അവരുടെ കണ്ണിൽ അത് കണ്ടുപെടും, നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടു കിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ ദൂരം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വന്നപ്പോൾ, ബോട്ട് അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഇവിടത്തേക്ക് സ്ലോത്ത് ബിയറിൻ്റെ മാതിരിയുള്ളൊരു ഫേസ്, ചെറിയൊരു ഫേസ്. പക്ഷേ എന്നാൽ ഇത് അത്ര വലിയ സൈസും അല്ല, ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്, അല്പം ലീനാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു വൈറ്റ് പാച്ച് ഉണ്ട്. അപ്പോഴാണ് ക്യാപ്റ്റൻ പറഞ്ഞു, ബോട്ട് ഓടിക്കുന്ന ആൾ പറഞ്ഞു, അത് ഒറാങ്കുട്ടാനല്ല, അത് സൺബെയറാണ്, നിങ്ങൾ ഭയങ്കര ലക്കുള്ളവരാണെന്ന് പറഞ്ഞു. കാരണം അതിനെ എൻ്റെ കൂടെ വന്ന ഗൈഡ് ഒരു ലേഡി ആയിരുന്നു അന്നുണ്ടായിരുന്നു. ആ ലേഡി പറഞ്ഞു, ഞാൻ ഇതിനെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അത്ര ഭാഗ്യവന്മാരാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ നിമിഷം ഞാൻ സൺബിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്കാണ് സ്ലോത്ത് ബിയർ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പാണുള്ളൂ. പക്ഷെ ഞാൻ എക്സ്പെക്റ്റും ചെയ്തിരുന്നില്ല. നമ്മൾ ബോർണിയോയിലേക്ക് പോകുമ്പോൾ അധികം ഒറാങ്കുട്ടാൻസ് അല്ലെങ്കിൽ പ്രൊബോസ്കീസ് മങ്കീസ് അതല്ലെങ്കിൽ ബേർഡ്സ്, അതിനപ്പുറത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു ബോണസായിരുന്നു. കുറേ നേരം, ഒരു 45 minutes to 1 hour പുള്ളി ഓരോ മരത്തേക്കിടെ ഇറങ്ങും, കയറും, അപ്പുറത്തേക്ക് പോകും, ഇത് വരും. ഇപ്പോൾ ഈ സൺബെയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ചെറിയ ബെയറാണ് സൺബെയർ, വളരെ ചെറുതാണ്. പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ അത്ര ചെറുതൊന്നുമല്ല, പക്ഷേ വൺ ഓഫ് ദ സ്മോളസ്റ്റ് ബെയർ സ്പീഷീസ് ആണത്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ക്യാമ്പുകളിൽ, ഫീഡിങ് സെൻറ്ററുകളിൽ പോയി കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു, പല ടൈപ്പിൽ, മരങ്ങളിലൂടെ വരുന്നതും ഇതൊക്കെ ഇട്ട്. പക്ഷേ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഒരിക്കലും. കാരണം എന്നെ പോലുള്ളൊരു ഫോട്ടോഗ്രാഫർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു മൃഗത്തെ നമ്മൾ കാണിക്കും, ഒരു അനിമലിനെ നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റോടുകൂടി കാണിക്കണം എന്നാണ്. അത് ഒരു വല്ലാത്തൊരു ഇതായിരിക്കുമല്ലോ.
അപ്പം ഞാൻ മാത്രമല്ല, ഞാൻ ആദ്യത്തെ എൻ്റെ ട്രിപ്പ് ഞാൻ പോയത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടും ഒരു ബ്രദർ എന്ന് തന്നെ പറയാം, വരുൺ ആദിത്യ. പുള്ളിയും അവനും ഞാനും കൂടിയാണ് ആദ്യത്തെ ട്രിപ്പ് പോയത്. അപ്പോൾ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഗൈഡ് പറഞ്ഞു, സുഭാഷേ അത് കുറച്ച് റിസ്ക് ഉള്ളൊരു സെക്ഷനുണ്ട്, പോകാം വേണമെന്നുണ്ടെങ്കിൽ പോകാം, പക്ഷേ അത് ഇച്ചിരി ഇതാണ്, രാവിലെ എണീച്ച് പോകണം നമ്മൾ, അത് ശരിക്കും പെർമിറ്റൊക്കെ കിട്ടാനൊക്കെ വലിയ പാടാണ്, വേണമെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് പോവാം. അപ്പോൾ വരുണും പറഞ്ഞു, ലെറ്റ്സ് ഡു ഇറ്റ് ബ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി, നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഗൈഡ് അത് വേറൊരു ഗൈഡായിരുന്നു, അവിടുത്തെ അർബൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പുള്ളി ഞങ്ങളുടെ ഒരു ക്ലോസ് സുഹൃത്തും കൂടെയാണ്. പുള്ളി ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ പുള്ളി പറഞ്ഞു, സുഭാഷ് നമുക്ക് രാവിലെ എണീച്ച് പോകണം, ഒരു ചെറിയ സ്പീഡ് ബോട്ടുണ്ട്, ആ സ്പീഡ് ബോട്ടിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്, അവിടെ എത്തിപ്പെടാനായിട്ട് 1.5 മണിക്കൂർ എൻ്റെ അടുത്ത് എടുക്കും, 1 മണിക്കൂറിന് 1.5 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുക്കും. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകണമെങ്കിൽ സീയിലൂടെ വേണം പോകാൻ, കുറേ ദൂരം സീയാണ്, അത് കടലിലൂടെയാണ് കുറേ ദൂരം പോകണേ. അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറേ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിന് മുമ്പ്. എനിക്കതിലും പേടി എൻ്റെ കയ്യിലിരിക്കുന്ന ലക്ഷങ്ങളുടെ വിലയുള്ള ക്യാമറകളും അവൻ്റെയും വരുണ്ടെങ്കിലും കൂടെ കയ്യിലിരിക്കുന്ന ക്യാമറകളുടെ ഇതും എല്ലാം കൂടെ നോക്കുമ്പോൾ അതും പ്രശ്നമാണ്. നമ്മൾ മുങ്ങിയാലും നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഇട്ട് തന്നെ സേഫ് ജാക്കറ്റൊക്കെ ഇട്ടെന്ന് കാരണം രക്ഷപ്പെട്ടു പോകും, പക്ഷേ ക്യാമറ പോയി കഴിഞ്ഞാൽ പോയി, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പോയാലല്ലേ നമുക്ക് എന്തെങ്കിലും നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ സ്പീഡ് ബോട്ടിൽ ഞാനും വരുണും ഗൈഡും പിന്നെ ബോട്ട് ഓടിക്കുന്ന ആളും നമ്മൾ പോവാണ്. കുറേ അങ്ങോട്ട് ഒരു 1 മണിക്കൂറിൻ്റെ അടുത്ത് സീയുടെ ഫുള്ള് പോയി. അത് കഴിഞ്ഞൊരു അകത്തേക്ക് കട്ട് ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിനെ പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസാണെന്ന് തോന്നുന്നു. അവിടെ ചെറിയൊരു ബിൽഡിങ്ങാണ്, വളരെ ചെറിയ ബിൽഡിങ്. അപ്പോൾ അവിടെ പോയി ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് അവിടെ പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ച് അവരോട് പെർമിഷനൊക്കെ എടുക്കണമായിരിക്കും. പിന്നെ ഞങ്ങൾ പോകുന്നത് വീണ്ടും ഇടുങ്ങിയ കുറേ കനാലല്ല റിവർ എന്നാണ് അവർ വിളിക്കുന്നതിന്, കനാൽ മാതിരി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഗൈഡിൻ്റെ കയ്യിൽ ഒരു മഷാറ്റയുണ്ട്, അതായത് വാക്കത്തിമാരിയുള്ളൊരു ഇതുണ്ട്, വാക്കത്തി എന്ന് പറയാം. അപ്പോൾ പുള്ളി ഇങ്ങനെ ഫ്രണ്ടിൽ ബോട്ട് പോകുന്നില്ല, അതൊക്കെ ഇങ്ങനെ വകഞ്ഞ് മാറ്റിയൊക്കെയാണ് ഞങ്ങൾ വണ്ടി പോകുന്നത്. അതിൽ ഒരുപാട് താഴ്ച എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം ഉണ്ട്. പക്ഷേ വഴിയൊക്കെ ഇങ്ങനെ കൈതച്ചക്കയുടെ മാതിരിയുള്ള ഇത് വന്ന് അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ അധികം ആൾക്കാരൊന്നും പോകാറില്ല, ടൂറിസ്റ്റുകൾ പോകാറേ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം കുറേ അപകടങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് പോയിപ്പോൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ ഇതില്ല. അപ്പം ഞങ്ങൾക്ക് പക്ഷേ ഒരു ഡിഫറെൻറ്റ് അനുഭവമായിരുന്നു. കാരണം അത് ശരിക്കും പറഞ്ഞൊരു എക്സ്പീരിയൻസാണ്. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ അവിടേക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു, പക്ഷേ ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അല്പം ക്ലിയർ വാട്ടറുള്ള സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്രോക്കഡൈൽസിനെയൊക്കെ. അങ്ങനത്തെ ഒരുപാട് വലിയ ക്രോക്കഡൈൽസ് അല്ല, ചെറു സൈസിലൊക്കെ ഉള്ളതിനെ കാണാൻ പറ്റും. അങ്ങനെ പോയി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ റിവർ ഇച്ചിരി വലുതാവുകയാണ്, കുറച്ച് സൈസ് കൂടും അങ്ങനെ പോയി കഴിയുമ്പോൾ. ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് നടന്നു അകത്തേക്ക്, കാടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു നമുക്ക് അകത്തേക്ക് കുറച്ച് നടക്കാം, ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ല, കുറച്ച് നടക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോയി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇത്ര ദൂരം. അപ്പോൾ നമ്മളതൊക്കെ, കാരണം ഞങ്ങളുടെ കയ്യിൽ വലിയ ക്യാമറകൾ 400, ഞാൻ ആദ്യം പറഞ്ഞല്ലോ 400 പോലുള്ള ക്യാമറകളുണ്ട്. അപ്പോൾ ഭയങ്കര മുകളിലാണ് ഇരിക്കുന്നത്. പറഞ്ഞു കുഴപ്പമില്ല എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞും അമ്മയും മുകളിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞാണ്, പക്ഷേ ഭയങ്കര നോട്ടിയാണ്. ഇവരുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ പോലെ തന്നെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുട്ടികളെ പോലെ തന്നെ ഇവരുടെ ഒരു ബിഹേവിയർ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുകയാണ്, ഞങ്ങൾ മുകളിലേക്ക് ക്യാമറ പിടിച്ച് ചെറിയ ഒരു വൈഡ് ആംഗിൾ മാതിരിയുള്ളൊരു, കാരണം മരവും ഇതൊക്കെയാണ് കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം തന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് കൊമ്പ് പറിച്ച് ഞങ്ങളുടെ മേത്തേക്ക് എറിയുവാണ്. അതായത് നമ്മളെ ഇഷ്ടപ്പെടാത്ത കാരണമായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ആദ്യം കുറേ അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടിയൊരു അവസരത്തിൽ നമ്മൾ 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് മാറാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മാറില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് നേരെ ഞങ്ങളുടെ ക്യാമറയിലേക്ക് മൂത്രം ഒഴിക്കുകയാണ്. ലിറ്ററലി ക്യാമറയിലേക്കാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ എനിക്ക് ആ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ ഫോട്ടോ കിട്ടി. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ശരിക്കും പിള്ളേരോട് കളിക്കുമ്പോൾ തന്നെയാണ്. നമ്മൾ ആദ്യം അവർ ദേഷ്യത്തിലൊന്നുമല്ല, കാരണം ഗൈഡ് പറയും, ഗൈഡിനെ അറിയാലോ, ഗൈഡിനെ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ.
സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതിനുശേഷം ഞാൻ വീണ്ടും എനിക്കൊരു പ്രൈവറ്റ് ഗൈഡഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇൻഡിവിജ്വൽസിനെ കൊണ്ട് പ്രൈവറ്റ് ഗൈഡഡ് ട്രിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുക, ഈ സ്ഥലങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ ഇതിലുള്ളത്. അപ്പോൾ അതിന് രണ്ടാമത് പോയപ്പോഴും എനിക്കൊരു അവസരം കിട്ടി. അതിലും ഞാൻ ഈ സെയിം സ്ഥലത്ത് തന്നെ ഞാൻ പോയിരുന്നു. കാരണം അവിടെ അന്ന് പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് പെർമിറ്റൊക്കെ അവൈലബിൾ ആയിരുന്നു. രണ്ടാമത് പോയപ്പോഴും അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ പോയി അവിടെ നിൽക്കാം. അപ്പം എന്നോട് ഗൈഡ് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാം, അവരോട് സംസാരിച്ച് നോക്കാം, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയാൽ ചിലപ്പോൾ നിൽക്കാം, അല്ലെങ്കിൽ എന്നു വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം അവിടെ ഈ ടൈഡ് സീലൂടെ ആണല്ലോ പോകാൻ. തിരമാലകൾ കൂട്ടുന്ന സമയത്ത് നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ റിസ്ക് ഒന്നും ഉണ്ടാവില്ലായിരിക്കും അവർക്ക് തോന്നും. പക്ഷെ നമുക്ക് ഉള്ളിൽ നിന്ന് പേടി വരും. നമ്മൾ അന്നേരം വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. പക്ഷേ എങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനും പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് അന്ന് അവിടെ നിൽക്കാം. അപ്പോൾ ഈ സ്റ്റേഷനിൽ ആദ്യം ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പറഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു പായൊക്കെ വിരിച്ച് അവിടെ തന്നെ കിടക്കുകയാണ് അന്ന് രാത്രി. രാവിലെ പ്രഭാത പരിപാടികൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തു. കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഫോട്ടോസ് കിട്ടുക, ഇതിനെക്കുറിച്ച് 4 ആളെ അറിയും. അപ്പോൾ അതിനെ കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണല്ലോ. രാവിലെ ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ബോട്ടിൽ പോവുകയാണ്, ചെറിയ ബോട്ടിൽ. ഇങ്ങനെ പോയി കുറേ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ കുറേ ഒറാങ്ങുട്ടാനുകൾ ഇങ്ങനെ റിവറിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. അത് ശരിക്കും അത്ര ഈസി അല്ല, കാരണം ഇത് റെസ്ക്യൂഡ് അല്ല, ഇത് പ്രോപ്പർ വൈൽഡാണ്. അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഭയങ്കര ഒരു ചാൻസാണ് ഒരു ഫോട്ടോ. കാരണം അങ്ങനെ ഒരെണ്ണം മാത്രമൊന്നുമല്ല, 3-4 ഒറാങ്ങുട്ടാൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡിനോട് ചോദിച്ചു, എനിക്കിവിടെ ഇറങ്ങാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൈഡ് എന്നോട് പറഞ്ഞു, സുഭാഷെ നമ്മൾ ക്രോക്കഡൈൽസിനെ കണ്ടിരുന്നു പുറകിൽ, ഇറങ്ങിക്കഴിഞ്ഞാലത്തെ അവസ്ഥ ക്ലിയർ വാട്ടറാണ് അവിടെ, കാരണം അടിവശം ഭയങ്കരമായിട്ട് ഇതായിരുന്നു. എങ്കിൽ പോലും ക്രോക്കഡൈൽസിനെ കണ്ടു, പക്ഷേ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കിതൊരു അവസരമാണ്, ആ അവസരം ചിലപ്പോൾ പിന്നീടൊരു അവസരം കിട്ടില്ല. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയായിട്ട് ഞാൻ പറഞ്ഞു, ഇറങ്ങാൻ കുഴപ്പമില്ല, താങ്കളൊരു കാര്യം ചെയ്യും, ഒരാളെ ഫ്രണ്ടിലും എന്തെങ്കിലും എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ ചാടി ബോട്ടിലേക്ക് കയറിക്കോളാം. എനിക്കൊരു ഫോട്ടോ കുറച്ച് ദൂരത്തു നിന്ന് അവരൊരു വൈഡ് ആംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു ഇത്രയും ലെവലിലുള്ള വാട്ടറുണ്ട്, അത്രയേ ഉള്ളൂ. അത്ര മുങ്ങണ വെള്ളമൊന്നുമല്ല, പക്ഷേ എങ്കിലും ആ ഒരു ലെവൽ സ്ലിപ്പറി ആയിരുന്നു, ലിറ്റിൽ ബിറ്റ് സ്ലിപ്പറി ആയിരുന്നു. ഞാൻ ഇറങ്ങി കുറേ ഫോട്ടോസ് എടുത്തു, അവിടെയുള്ള സൈഡിലിരുന്ന കുറേ ഒറാങ്ങുട്ടാനുകൾ ഇരിക്കുന്നതും അതൊക്കെ ആയിട്ട്. ആ ഫോട്ടോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും നല്ല ഫോട്ടോസ് അവിടെ നിന്ന് കിട്ടാൻ അത്ര ഈസിയല്ല. നമ്മൾ ആദ്യം പറഞ്ഞ ഫീഡിങ് സെൻറ്ററുകളിലൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഫോട്ടോസ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ വൈൽഡ് സൈഡിൽ അങ്ങനെ കിട്ടുക എന്നുള്ളത് അത്ര ഈസി അല്ല. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് കിട്ടിയത്. അതിലുള്ളൊരു ഫോട്ടോയ്ക്ക് എനിക്ക് സാങ്ച്വറി ഏഷ്യയുടെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഇൻ 2019 എനിക്ക് ആ അവാർഡ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ പോലെ തന്നെ ഞാൻ വീണ്ടും പുള്ളിയോട് ചോദിച്ചു, നമുക്ക് അകത്തേക്ക് കുറച്ച് നടക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുവാണ്. കുറേ അങ്ങോട്ട് നടന്നു പോയി, അകത്തേക്ക് നടന്നെത്തിക്കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു മരത്തിൽ ഒരു ഒറാങ്ങുട്ടാൻ ഇരിക്കുകയാണ്, ഒരു ഫീമെയിൽ ഒറാങ്ങുട്ടാൻ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് എന്ത് മരം കണ്ടാലും എന്ത് സബ്ജക്റ്റിനെ കണ്ടാലും ഞാനിപ്പോഴും ഷട്ടർ ബട്ടൺ ഞെക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിലൊരു വിഷ്വലൈസ് ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇത് തോന്നില്ല, പക്ഷേ എങ്കിലും അങ്ങനെ നന്നായിരിക്കും തോന്നി നമ്മൾ ഇറങ്ങിയിടുക. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഞാനിവിടെ കിടന്ന് ആംഗിൾ, കാരണം മരത്തിൻ്റെ മുകളിലാണ് ഇതിരിക്കുന്നത്. കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ കിടന്നിട്ട് നിലത്തിങ്ങനെ കിടന്നിട്ട് മുകളിലേക്ക് എടുത്തിട്ട് ആംഗിൾ എടുത്ത് ഡിഫറെൻറ്റ് ആംഗിളിൽ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുക്കുകയാണ്. ഫോട്ടോ എടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു ഇതിലാണ്. ഈ മരത്തിൽ നിന്ന് ഈ ഒറാങ്ങുട്ടാൻ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടിയില്ല. ഓടാൻ പറ്റില്ല, കാരണം ഓടി കഴിഞ്ഞാൽ പുറകെ ഓടിയാലോ എന്താണെന്ന് ഐഡിയ ഇല്ല. അപ്പം ഞാനിത് കണ്ട് ഇപ്പോൾ ഞാൻ ഗൈഡിനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, സുഭാഷ് ഒന്നും ചെയ്യേണ്ടതൊക്കെ ഒറാങ്ങുട്ടാൻ ചെയ്തോളൂ, കാമായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞു. ഓടരുത്, ഒന്നും ചെയ്യേണ്ട, അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു, കാമായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പേടിച്ചു. കാരണം നമ്മുടെ ഒരു വൈൽഡ് ആയിട്ടുള്ളൊരു അനിമൽ ആയിട്ടുള്ള ഫസ്റ്റ് ക്ലോസ് എൻകൗണ്ടർ, അത്ര ക്ലോസാണ് എൻ്റെ അടുത്ത്. ഇത് മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ ക്യാമറ എൻ്റെ കയ്യിലിരിക്കണു. അപ്പോൾ അതൊക്കെ നേരെ നടന്നു വരുന്നത് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എൻ്റെ കയ്യിൽ കയറി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നത്. ടച്ച് ചെയ്യുമെന്നല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ അള്ളിപ്പിടിക്കാന്ന് പറയില്ല, അങ്ങനെ മാതിരി ഒരു പിടുത്തം പിടിച്ചു കയ്യിൽ. അപ്പോൾ ഞാനപ്പോൾ തന്നെ കിട്ടിയ അവസരങ്ങളെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ഗൈഡിനോട് പറഞ്ഞു, മൊബൈലിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചോട്ടോ, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്കെങ്കിലും അയച്ചു കൊടുക്കാറോ, ഇതായിരുന്നു അവസാന നിമിഷങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതെൻ്റെ കയ്യിലിങ്ങനെ അള്ളിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം തോന്നും പേടിച്ചു പോകും. കാരണം എൻ്റെ മനസ്സിലൂടെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചു. കാരണം ഇവർ സൈസ് അത്ര നമ്മുടെ അത്രയും തോന്നില്ലെങ്കിൽ പോലും ഇവർക്ക് ഈസി ആയിട്ട് നമ്മളെ പിടിച്ച് വലിച്ചു. ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെയൊക്കെ കൈ. അപ്പോൾ പുള്ളി ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, സുഭാഷ് അനങ്ങണ്ട, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്നും അല്ലാന്ന് തോന്നി. എൻ്റെ ക്യാമറയിൽ നോക്കി, എല്ലാം നോക്കി. അത് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നിയ സമയത്ത് ഞാനും ഇച്ചിരി കൂളായി നിന്നു. അത് കഴിഞ്ഞ് ഈ ഒറാങ്ങുട്ടാൻ എന്ത് ചെയ്തു, എൻ്റെ സൈഡിൽ അങ്ങോട്ട് ഇരുന്നു. എൻ്റെ സൈഡിൽ അങ്ങോട്ട് കുത്തിയിരുന്നു. നമ്മൾ കുറേ നാളെ കൊണ്ടിട്ടെന്നുള്ള രീതിയിൽ എന്നെ നോക്കി, കുറേ നേരം എന്നെ നോക്കും, കുറേ നേരം എൻ്റെ ക്യാമറയിലേക്ക് നോക്കും, അങ്ങോട്ട് നോക്കി അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് സെൽഫി വരെ എടുത്തു. ഇത് അതായത് അത്ര അടുത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് ഓടാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ ചെയ്യാവുന്നുള്ളൂ പറഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അത് തിരിച്ച് നടന്ന് മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലുള്ള വൈൽഡ് ലൈഫിലെ ഈ ദിവസം വരെ, ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഉള്ള ദിവസം വരെ അതിനപ്പുറത്തേക്കൊരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം 10-15 വർഷത്തിൽ കൂടുതലായി ഞാനിത് ഫുള്ളായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും അതിന് ശേഷമോ അതിന് മുമ്പോ കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുമായിരിക്കും, അറിയില്ല. അപ്പോൾ അങ്ങനെ ഇതുവരെ നമ്മൾ കേട്ടത് വളരെ സന്തോഷത്തിൻ്റെയും നല്ല ഇതിൻ്റെയും മാത്രമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളും എനിക്ക് കിട്ടിയ കുറേ ഇതായിരിക്കും, ഫോട്ടോസിൻ്റെ കഥകളുമാണ്. പക്ഷേ എല്ലാ സ്വർഗത്തിനും ഒരു ഡാർക്ക് സൈഡുണ്ട്. അതേ ഇതിലൂടെ കടന്നു പോകുന്നൊരു സ്ഥലമാണ് ബോർണിയോയും. കാരണം അവിടുത്തെ ഈ ജീവികളിലും അവിടുത്തെ ഡീഫോറസ്റ്റേഷൻ, നമ്മളിവിടെ കഴിക്കുന്ന ഓരോ ബിസ്ക്കറ്റിലും ഓരോ ചോക്ലേറ്റിലും ഓരോ സോപ്പിലും പാം ഓയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഇത് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ പോലും ഒരു പരിധി വരെ ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിരിക്കാം. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല. പക്ഷേ ഗ്രാജുവലി അങ്ങനെ ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും. കാരണം ഒരു ഒറാങ്ങുട്ടാനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. ഒരു ഒറാങ്ങുട്ടാൻ രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൻ ഫോറസ്റ്റ് ഹെൽത്തി ആയിട്ടിരിക്കും എന്നാണ്. റെയിൻ ഫോറസ്റ്റ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഒറാങ്ങുട്ടാൻ വേണം, ഒറാങ്ങുട്ടാൻ വേണമെങ്കിൽ റെയിൻ ഫോറസ്റ്റ് ഹെൽത്തി ആയിട്ടിരിക്കണം. ഈ സ്പീഷീസൊക്കെ സർവൈവ് ചെയ്യുക എന്നുള്ളതും ഒരു കോ എക്സിസ്റ്റൻസ് എന്നുള്ളൊരു ഇതും വളരെ ആവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും, നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു വണ്ടിയിൽ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും, റോഡിൽ കൂടെ പോയപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് പോയപ്പോൾ ഒരു ആന ക്രോസ് ചെയ്തു എന്ന് പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ആ റോഡ് ഉണ്ടാക്കിയത് അവരുടെ വീടിലൂടെയാണ്. കാരണം ഈ ആനകളുടെയൊക്കെ നാടായിരുന്നു അത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. അതേപോലെ തന്നെ ബോർണിയോയിലും ഡീഫോറസ്റ്റേഷൻ ഭയങ്കരമായിട്ട് ഡീഫോറസ്റ്റേഷൻ നടക്കുന്നൊരു സംഭവമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഫ്ലൈറ്റിൽ നിന്നിങ്ങനെ വരുമ്പോൾ കാട് കുറഞ്ഞ് പാം ഓയിലിൻ്റെ പാം ട്രീസ് കൂടിയും വരുന്നൊരു സെക്ഷൻ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് പോകുന്ന കാരണം നമുക്കത് വ്യക്തമായിട്ട് തിരിച്ചറിയാനും പറ്റും. അത് വ്യക്തമാണ്, വളരെ ഇതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെയും കൂട്ടത്തിൽ കൊണ്ടു നടത്താനുള്ളൊരു സിസ്റ്റം, അതായത് കോ എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ഇറങ്ങിയേ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിനു വേണ്ടി ബോർണിയോയിൽ വളരെ കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഡാർക്ക് സൈഡ് ഉണ്ടെങ്കിൽ പോലും ദർ ഈസ് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ടണൽ. അതായത് അവിടെ ഒരുപാട് ആളുകൾ, അവിടുത്തെ ലോക്കലൈറ്റ്സ് ആയിക്കോട്ടെ, റേഞ്ചേഴ്സ് ആയിക്കോട്ടെ, വെറ്റിനറിയൻസ് ആയിക്കോട്ടെ, കുറേ NGOs, അവിടുത്തെ ഈവൻ ഗൈഡ്, എല്ലാവരും ഇതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ ഒറാങ്ങുട്ടാൻസിൻ്റെ അതുമൊക്കെ. പക്ഷേ എങ്കിൽ പോലും അവരൊക്കെ ഒരുപാട് ശ്രമിച്ച് ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കൂടെ വരുന്ന ഗൈഡുകളോടും ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എത്രമാത്രം ആ സ്ഥലത്തെയും ആ ജീവിയെയും അവർ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് ഡാർക്കല്ല, നമുക്ക് ഹോപ്പുണ്ട്. ഭാവിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഹോപ്പും ഉണ്ട് അവിടെ. ബോർണിയോയിൽ എൻ്റെ ട്രിപ്പ് ഒരു 3 നൈറ്റ് 4 ഡേയ്സ് ആയിരുന്നു ലാസ്റ്റ് ട്രിപ്പ് ഞാൻ പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോർണിയോ എന്നുള്ള സ്ഥലത്ത് ഒറാങ്ങുട്ടാൻസിനും ഈ പ്രൊബോസ്കീസ് മങ്കീസും അങ്ങനെയുള്ള ചെറിയ ഇതല്ലേ എന്നെല്ലാവരും ചോദിക്കും. അവിടെ പോകാൻ ഇതിന് മാത്രം ദിവസങ്ങൾ, ഒരു ദിവസത്തെ ട്രിപ്പ് ഇട്ടാൽ പോരെ, ഏതെങ്കിലും ഒരു ഫീഡിങ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി അവിടുത്തെ ഒരു ജീവിതം എല്ലാം മൊത്തത്തിൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ
എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു 3 നൈറ്റ് മിനിമം വേണം. കാരണം 3 നൈറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം സ്ലോ ഡൗൺ ആണ്. നമ്മൾ ഇവിടേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും, ഇത്ര ഫാസ്റ്റ് ആയിട്ടൊന്നുള്ളതല്ല. പക്ഷെ അത് അങ്ങനെ പോയി ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെ ഈ യാത്ര നമ്മളെല്ലാം 3 ദിവസം, ഞാൻ 3 നൈറ്റും 4 ഡേയ്സും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് കുമാനിൽ വന്നിട്ട് അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ടാക്സിയിൽ വീണ്ടും ഞങ്ങൾ വന്നു, പങ്ക്ലാൻബണിൽ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഒരു ഡൊമസ്റ്റിക് എടുത്തിട്ട് വിചാരിച്ചു, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് അന്ന് തന്നെ പോകാണ്ട് പിറ്റേ ദിവസം പോകാം എന്ന് വെച്ചാൽ പങ്ക്ലാൻബണിൽ ഹോട്ടലുകളുണ്ട്, 1 2 ഒക്കെ ആയിട്ട് കുറച്ച് ചെറിയ ഹോട്ടലുണ്ട് പങ്ക്ലാൻബൺ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വിചാരിച്ചു അപ്പോൾ അവിടെ താമസിക്കാം. ഞങ്ങളൊരു ചെറിയ റൂമൊക്കെ എടുത്ത് അവിടെ റൂം എടുത്ത് ഞങ്ങൾ അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് ജക്കാർത്തയ്ക്ക് വന്നു. ജക്കാർത്തയിൽ നിന്ന് അന്ന് തന്നെ നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ് കിട്ടും. അപ്പോൾ ഒരു യാത്ര ഏകദേശം അവിടെ തീരുകയാണ്. പങ്ക്ലാൻബണിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ സിറ്റി ലൈഫായി. ജക്കാർത്ത എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് അനദർ സിറ്റി. അങ്ങനെ കുറേ നല്ല ഓർമ്മകളും നല്ല കുറേ ഫോട്ടോസുമായിട്ട് ഞാൻ എൻ്റെ ബോർണിയോ യാത്ര അവിടെ അവസാനിപ്പിച്ചു. ഞാൻ പോയി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതുപോലത്തെ ഒരു അവസരം വരട്ടെ എന്നും, ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെ നേരിട്ട് കാണാനും. കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാവർക്കും അതിൽ പറ്റിയെന്ന് വരില്ല, പക്ഷേ പറ്റാവുന്ന ആരെങ്കിലുമൊക്കെ വേണ്ടി, നിങ്ങൾ ട്രാവലറാണോ, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ബോർണിയോയും കൂടി ആഡ് ചെയ്യുക. അത് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ ബോർണിയോ യാത്രയെക്കുറിച്ച് കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.